പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 2025 ഡിസംബർ മാസം അവസാനിക്കും വരെ വലിയ ദോഷങ്ങളൊന്നും വരാത്ത നക്ഷത്രജാതകർ. ഇവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇവർക്ക് വരാനിരിക്കുന്നതും വേണ്ട ദോഷപരിഹാരങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് നിങ്ങൾക്കായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ പറയേണ്ട ഒരു നക്ഷത്രജാതകർ അത്തം നക്ഷത്രജാതകരാണ്. താൽക്കാലികമായിട്ട് ചില സാമ്പത്തിക നേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുകയാണ് അത്തം നക്ഷത്രജാതകർക്ക്. കുടുംബജീവിതത്തിലെ ക്ലേശങ്ങൾക്കൊരു പര്യവസാനം ലഭിക്കുകയും ചെയ്യും. 2025 വരെ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഇവർക്ക് ഉണ്ടാകില്ല. 2025 വിവാഹം പൂർത്തീകരിക്കാനുള്ളൊരു ഭാഗ്യവും ഇവർക്ക് ഉറപ്പായിട്ടും വന്നു ചേരും. ഊഹക്കച്ചവടം, കൂട്ടുകച്ചവടം, കൊടുക്കൽ വാങ്ങലുകൾ എന്നിവ നല്ല വിജയകരമായിട്ട് തന്നെ 2025 വരെ മുന്നോട്ട് പോകും. വരുന്ന ഒരു വർഷക്കാലം ശനിയുടെ ഇഷ്ടസ്ഥിതി മൂലം പക്ഷിമൃഗാദികളെ വളർത്തുന്നവർക്കും നാൽക്കാലി പരിപാലനം നടത്തുന്നവർക്കും നല്ല സമയം തന്നെയാണ്. ആരോഗ്യപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഈ നക്ഷത്രജാതകർക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല. ഗൃഹം നന്നാക്കുന്നതിനും പഴയ ഭൂമി, പഴയ തടികൾ, പഴയ വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനും യോഗം ഉണ്ടാകും. പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂല അവസ്ഥ പ്രതീക്ഷിക്കാം. സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്യും. തൊഴിൽ അവസരങ്ങൾ വർദ്ധിക്കും. കരകൗശല പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ബിസിനസ്സുകാർ എന്നിവർക്കും താൽക്കാലികമായിട്ട് അനുകൂല അവസ്ഥ അല്ലെങ്കിലും ഈ ഒരു മാസത്തിന് ശേഷം 2025 വരെ സാഹചര്യം ഇവർക്ക് അനുകൂലമായിട്ട് ഭവിക്കും. വരും ദിവസങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകൾ കൂടി ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരത്തിന് കുടുംബദേവതാപ്രീതി, വിഷ്ണു ക്ഷേത്ര ദർശനം, ഭാഗ്യസൂക്താർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി വിശാഖം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസങ്ങളാണ്. സൽകീർത്തി ഉണ്ടാകും. ദൈവാധീനത്താൽ സന്താനങ്ങൾക്ക് ഐശ്വര്യം, വിദേശവാസ യോഗവുമുണ്ട്. കുടിൽ വ്യവസായം, മീൻ വളർത്തൽ, നഴ്സറി ജോലികൾ തുടങ്ങിയവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ, സന്താന ഭാഗ്യം, ഗൃഹയോഗം, വാഹനയോഗം, പരമ്പരാഗത സ്വത്തുക്കൾ കൈവരാൻ അവസരം, അകന്നു നിന്നിരുന്നവർ അടുക്കുന്നതിനും ബന്ധുജനങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഭാഗ്യം കാണുന്നുണ്ട്. ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും അതിലൂടെ വിജയം വരിക്കുന്നതിനും അവസരം ലഭിക്കും. അതുപോലെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് പുതിയ ഉയർന്ന തസ്തികകളിൽ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാകും. 35 വയസ്സ് മുതൽ 58 വയസ്സ് പ്രായമായവർക്ക് വരെ 2025 വർഷം അവസാനിക്കും വരെ എല്ലാ കാര്യങ്ങളും അനുകൂലമാകും. അവർ പ്രത്യേകമായി ശാസ്താവിന് നീരാജനവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. കച്ചവടക്കാർക്കും ഉദ്യോഗസ്ഥർക്കും നല്ല സമയമാണ്. ആരോഗ്യസ്ഥിതി പൊതുവെ മെച്ചപ്പെടും. കഫപിത്തവാത രോഗങ്ങൾ ഇടവിട്ട് അലട്ടുവാൻ സാധ്യതയുണ്ട്. വസ്ത്രം, സ്വർണം, പാത്രങ്ങൾ മുതലായവയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂല സമയമാണ്. പ്രായമായവർക്ക് സന്താനങ്ങളിൽ നിന്നും ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. സർപ്പ ആനുകൂല്യവും ഇവർക്ക് ലഭിക്കാൻ യോഗമുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഐക്യസൂക്താർച്ചന, ഭാഗ്യസൂക്താർച്ചന, കുടുംബദേവതാപ്രീതി എന്നിവ വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അനിഴം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് പൊതുവെ മധ്യമ ഫലങ്ങൾ 2025 വരെ അനുഭവപ്പെടും. ശനിയുടെയും വ്യാഴൻ്റെയും സ്ഥിതി മൂലം മനസ്സുഖം നല്ല രീതിയിൽ ലഭിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്നവ
തിരികെ കിട്ടാനുള്ളൊരു ഭാഗ്യം വരും ദിവസങ്ങളിൽ തന്നെയുണ്ട്. ചില മംഗളകർമ്മങ്ങൾക്ക് വേണ്ടി ഭൂമിയോ തത്തുല്യമായ വകകളോ താൽക്കാലികമായിട്ട് കടപ്പെടുത്തേണ്ടതായിട്ട് വരും. നിസ്സാര കാര്യങ്ങൾക്ക് ഗൃഹത്തിൽ ഉണ്ടായിരുന്ന കലഹങ്ങൾ ഇനി അത് ഉണ്ടാകില്ല, ഒഴിവായി കിട്ടും. ദൂരയാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. ധനം വരുന്നത് പോലെ തന്നെ ചിലവുകളും വന്നു ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് ധനവിനിയോഗത്തിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ ചില വിഷമതകൾ അനുഭവിക്കേണ്ടി വരും. കാൽപാദങ്ങളിൽ ചെറിയ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗൃഹം മാറ്റത്തിന് യോഗം. വിദേശത്തുള്ളവർക്ക് തൊഴിൽ നേട്ടം, രോഗശമനം എന്നിവ ഉണ്ടാകും. പുതിയ ഭൂമി വാങ്ങാൻ പരിശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച വിജയം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. മധ്യവയസ്സിനുമേൽ പ്രായം ഉള്ളവർക്ക് കാര്യങ്ങൾ അനുകൂലമെന്ന് വേണം കരുതാൻ. പ്രകൃതിക്ഷോഭം, കീടങ്ങളുടെ ഉപദ്രവം, തസ്കര ശല്യം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് മുരുകന് പഞ്ചാമൃതം, കൃഷ്ണന് പാൽപായസം, ദേവിക്ക് വിളക്ക് തെളിയിക്കൽ, അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പൂരാടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഈ കൂറിലെ നക്ഷത്രക്കാർ, അതായത് ധനുക്കൂറിലെ നക്ഷത്രക്കാർ 3 പേർക്കും അനുഗ്രഹങ്ങളുണ്ട്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക്. അതിൽ എടുത്തു പറയേണ്ട ഒരു നക്ഷത്ര ജാതകർ പൂരാടം നക്ഷത്രക്കാരാണ്. മറ്റുള്ള നക്ഷത്രക്കാർക്കും ഏകദേശം ഇതേ തുല്യ ഫലങ്ങൾ തന്നെ അനുഭവയോഗം ആകുകയും ചെയ്യും. പൂരാടം നക്ഷത്രക്കാർക്ക് വ്യാഴൻ്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ട്. എല്ലാ രംഗങ്ങളിലും വിജയിക്കുവാൻ അതുകൊണ്ട് കഴിയുകയും ചെയ്യും. തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും 2025 വരെ കാലം വളരെ അനുകൂലം തന്നെ. അർഹതപ്പെട്ട പ്രമോഷൻ ലഭിക്കുവാൻ യോഗമുണ്ട്. തൊഴിൽ രഹിതർക്ക് പരിശ്രമത്തിലൂടെ തൊഴിൽ ലബ്ധി, സന്താനങ്ങൾക്ക് രോഗശമനം എന്നിവ ഉണ്ടാകും. ഇണകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഗൃഹനിർമ്മാണത്തിന് സർക്കാർ വഴിയോ വായ്പ വഴിയോ ധനം ലഭിക്കും. മുടങ്ങിയിരുന്ന വിദ്യാഭ്യാസം തുടരുവാൻ ഉത്തമ സമയമാണ്. പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടാകും. നട്ടെല്ല്, കണ്ടം, കണ്ണ് എന്നിവയുടെ ചികിത്സകൾ പ്രയോജനപ്പെടും. പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ അവസരം ലഭിക്കും. ശാരീരികമായും മാനസികമായിട്ടും നല്ല സമയം തന്നെയാണ്. ഇവർ ദോഷപരിഹാരത്തിന് വിഷ്ണുവിന് പാൽപായസം, ഗണപതിക്ക് അർച്ചന, ഹോമം, ഹനുമാന് വടമാല എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അവിട്ടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പല മംഗളകർമ്മങ്ങളിൽ ഏർപ്പെടാനും അതിൽ നേതൃത്വം വഹിക്കാനും അവസരങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് പിതാവിനും മാതാവിനും ഉയർച്ച ഉണ്ടാകുന്ന വർഷമാണ് 2025 വരെ. പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് സമയം അനുകൂലമായിട്ട് തന്നെ ഭവിക്കും. നല്ല ഗൃഹം, വാഹനം, വസ്ത്രം എന്നിവ ലഭിക്കാൻ യോഗമുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ പരിഹരിക്കപ്പെടും. ഇരുമ്പ്, തടി എന്നിവ വ്യവസായം ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. ഈ വക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉന്നതന്മാരിൽ നിന്ന് പ്രശംസ ലഭിക്കും. വിദേശ സ്വദേശവാസികൾക്ക് തൊഴിൽപരമായിട്ട് തടസ്സങ്ങൾ മാറിക്കിട്ടും. മധ്യവയസ്സിന് മുകളിലുള്ളവർക്ക് കാലം അനുകൂലമാണ്. യുവമിഥുനങ്ങൾക്ക് സന്താനയോഗം, വിദ്യാർത്ഥികൾക്ക് പഠന വിജയം, വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ നിവൃത്തി, ബന്ധുക്കളിൽ നിന്നും പല രീതിയിലുള്ള സഹായങ്ങൾ എന്നിവ ലഭിക്കും. പിണങ്ങിക്കഴിഞ്ഞിരുന്നവർക്ക് ഒരുമിക്കാൻ യോഗമുണ്ട്. കൃഷി സ്ഥലങ്ങൾ നന്നാക്കാൻ സാധിക്കും. തരിശുഭൂമി കൃഷിക്ക് ഉപയോഗയോഗം ആക്കുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സർപ്പപ്രീതി, കുടുംബദേവതാപ്രീതി, ഭാഗ്യസൂക്താർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി രേവതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. 2025 വരെ ഭേദപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും. ധന അഭിവൃദ്ധി, പ്രമോഷൻ, സ്ഥാനമാറ്റങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. മറ്റുള്ളവരുടെ സമ്മർദ്ദത്താൽ ചില പദവികൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകും. ഗൃഹം മോടി പിടിപ്പിക്കുവാനും വാഹനം വാങ്ങുന്നതിനും കാലം അനുകൂലമാണ്. വാഹനയാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കടം വാങ്ങി ധനം ചിലവഴിക്കുന്നത് അഭിലഷണീയമല്ല. കലാകാരന്മാർക്ക് നല്ല സമയം. ചില പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുകയും അതിൽ നിന്ന് നല്ല നേട്ടം കൈവരിക്കുകയും ചെയ്യും. കർഷകർ, തൊഴിലാളികൾ, വ്യവസായികൾ എന്നിവർക്ക് കാലം അനുകൂലമായിട്ട് ഭവിക്കും. തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാൻ എല്ലാം അനുകൂലമായിട്ട് തന്നെ വരുന്നുണ്ട്.
കണ്ഠരോഗങ്ങൾക്ക് സാധ്യതയുള്ള ദിവസങ്ങളാണ് വരുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഗുരുത്വം വിടാതെ ജീവിച്ചാൽ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് രാഹുകേതു പൂജ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.